ഹിന്ദുക്കളും മറ്റേ ശബരിമലയ്ക്ക് പോണതിന് മുമ്പ് ഒരു പരിപാടി ഉണ്ടല്ലോ, കെട്ടുനിറ. ഉറപ്പായിട്ടും കർത്താവ് തലേന്ന് കെട്ടുനിറക്കി അവിടെ പോയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും പോയിട്ടുണ്ടാവും. അത് ശിഷ്യന്മാരൊക്കെ വിളിച്ചു പോയിട്ടുണ്ട്. ആഘോഷ പരിപാടിയൊക്കെ ഉണ്ട്. ഈശോ വൈബ് ടീമാക്കി സംഭവം തന്നെ കാനായിലെ കല്യാണം കളറാക്കി അപ്പുറത്ത് കളറാക്കിണ്ടാവും ഈ പരിപാടി. അവിടെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കർത്താവ് ഇടപെട്ടിട്ടുണ്ടാവും. ആ കർത്താവിനില്ലാത്ത സാധനമാണ് നമുക്ക്. എനിക്കറിയാൻ പാടില്ല. ഞാൻ ആരെയും കുറ്റം പറയണല്ല. ഇത് കാണുന്നവരോട് ഞാൻ അപ്പൊ ആലോചിക്കായിരുന്നു ഇനി ഒരു ഇന്റർവ്യൂ വന്നു കഴിഞ്ഞാൽ ഇത് പറയണം എന്നുള്ളത്. ഇത് കാണുന്ന പ്രേക്ഷകർ അതെ, ഞാൻ അതുകൊണ്ട് ഞാൻ ക്യാമറ നോക്കി തന്നെ പറയാം. ഇത് കാണുന്ന പ്രേക്ഷകരോട് അല്ല, ഞാൻ ഈ അരവണ തിന്നാൻ പ്രേരിപ്പിച്ചു, ജനങ്ങളെ വഴി തെറ്റിച്ചു ഉള്ള ഒരു അച്ഛനാണെന്നുള്ള വ്യാപക ചീത്തപ്പേര് എനിക്കുണ്ട്. അപ്പോൾ ഞാൻ ഏതെങ്കിലും പാവം വിശ്വാസികളെ വഴി തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എക്സ്ട്രീംലി സോറി, എല്ലാവരോടും മാപ്പ് ചോദിക്കാണ്. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് തന്നെ ജീവിക്കുക. ഞാൻ ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. സഭ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ യാതൊരു അരവണ തിന്നതുകൊണ്ട് അല്ലെങ്കിൽ അത് അവരുടെ ദൈവമാണ് വലിയ ദൈവം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ മതത്തിലും എൻ്റെ വിശ്വാസത്തിലും കർത്താവിനും മുറുകെ പിടിച്ച് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. അതല്ലാതെ അത് ഞാൻ അരവണ കഴിച്ച് ഞാൻ ഇവനും കഴിച്ച് കാണിച്ചത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്നു തന്നു. നമ്മളൊക്കെ സൊസൈറ്റി ജീവിക്കണ ഹ്യൂമൻ ബീങ്സ് ആണ്. നമ്മുടെ സൗഹൃദത്തിന്റെ പുറത്ത് മാത്രമാണ് അത് ചെയ്തത്. അതല്ലാതെ ഈ ശബരിമലയിൽ ഇരിക്കണ അയ്യപ്പനാണ് ദൈവം എന്നും പറഞ്ഞിട്ടൊന്നും അല്ല ഞാൻ ചെയ്തത്. എല്ലാവർക്കും അവരുടേതായ വിശ്വാസങ്ങളുണ്ട്. നമ്മൾ വെറുതെ മതം പറഞ്ഞ് ജനങ്ങളെ തമ്മിൽ തല്ലിക്കാതിരിക്കാൻ നോക്കുക. ഒരു പായസം കഴിച്ചതിൻ്റെ പേരിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അമ്പലത്തിന്റെ ഫ്രണ്ടിൽ കൂടെ നടന്നതിൻ്റെ പേരിലോ മോസ്ക് എന്താന്ന് കാണാൻ വേണ്ടി അതിൻ്റെ ഉള്ളിലേക്ക് പോയതിൻ്റെ പേരിലോ നമ്മുടെ കർത്താവ് നമ്മൾ ഒരിക്കലും ശിക്ഷിക്കില്ല. അങ്ങനെ ശിക്ഷിക്കാൻ വേണ്ടിയിരിക്കുന്ന ആളല്ല കർത്താവ്. നമ്മളെ സ്നേഹിക്കാനും നമ്മളോട് ക്ഷമിക്കാനുള്ള പാഠം മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ. അപ്പൊ അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ എല്ലാവർക്കും പറ്റുമെങ്കിൽ ഒരുപാട് നല്ലത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി പറ്റിയില്ലെങ്കിലും, ഇതിനൊന്നും പറ്റിയില്ല, നിങ്ങൾ ഇതേപോലെ തന്നെ മുന്നോട്ട് പോയാലും കർത്താവ് നിങ്ങളെ ശിക്ഷിക്കില്ല. കർത്താവ് നിങ്ങളൊന്നും ചെയ്യില്ല, സ്നേഹിക്കുള്ളൂ. നമ്മുടെ അറിവില്ലായ്മയും വിവരക്കേട് ഈശോയ്ക്ക് നന്നായിട്ട് അറിയാം. എന്റെയും അറിയാം, ഇവന്റെയും അറിയാം, ഞങ്ങളെ വിമർശിക്കുന്നവരുടെ അറിയാം. അതുകൊണ്ട് ഈശോ ആരെയും ഇതും പറഞ്ഞ് നമ്മളെ